ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കീ വെച്ചിട്ട് എങ്ങനെയാണ് സൺ ഓഫ് ഡിപ്പോസിൽ രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ സൈൻ ഇൻ ചെയ്യുക എന്നുള്ളതാണ്. ഇതിനു വേണ്ടി ആദ്യം തന്നെ ക്രോമിൽ കയറിയിട്ട് admin.sunoff.com എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഈ കാണുന്ന തരത്തിലുള്ള ഒരു യുയിലേക്ക് നമ്മളെത്തും. ഇതിൻ്റെ താഴെ തന്നെ കാണാം രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൻ്റെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയാൽ നമുക്ക് കീ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, സൈൻ ഇൻ വിത്ത് കീ. അത് ക്ലിക്ക് ചെയ്യുക. നമ്മളുടെ കിട്ടിയ കീ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, വെരിഫൈ ചെയ്യുക, പ്രൊസീഡ് കൊടുക്കുക. ഇത് നമ്മുടെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഫോമാണ്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുക. ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ടൈപ്പ് ചെയ്തതിന് ശേഷം സൈൻ അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ റെസ്റ്റോറൻ്റ് ആണോ സൂപ്പർ മാർക്കറ്റ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതല്ലാത്തതാണെങ്കിൽ അതർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ ഫൈൻ ഡൈനിങ് ആണോ പ്രീപെയ്ഡ് ആണോ എന്നുള്ളത് നോക്കുക. അതർ ആണെങ്കിൽ അതറിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ആഡ് കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഒരു ഫ്രെയിമിലേക്ക് നമുക്കെത്തും. ഇനി ന്യൂ കാറ്റഗറി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാറ്റഗറി ആഡ് ചെയ്യുക. ഞാനിവിടെ കൊടുക്കുന്നത് റൈസ് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. വേണ്ട ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക, ക്രിയേറ്റ് കാറ്റഗറി. അപ്പോൾ അതാ ഇതിൽ നമുക്ക് കാണാൻ പറ്റും പുതിയൊരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്തത്. അടുത്തത് നമുക്ക് ന്യൂ ഐറ്റം, അതായത് ഐറ്റം ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതിൽ നമ്മൾ ക്രിയേറ്റ് ഐറ്റംസിൽ കയറിയിട്ട് നമുക്ക് വേണ്ട ഐറ്റംസ് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് ചിക്കൻ പുലാവോ എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റമാണ്. അതിൻ്റെ കാറ്റഗറി എന്ന് പറയുന്നത് റൈസ് ഐറ്റംസിലാണ് വരുന്നത്. ഇവിടെ നമുക്ക് യൂണിറ്റ് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള പ്രൈസ് ഡീറ്റെയിൽസ് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മളൊരു ഷോപ്പ് സൈൻ ഇൻ ചെയ്തിട്ട് ഒരു ഐറ്റത്തിനെ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്.